ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, ഇവിടെ രാഷ്ട്രീയമല്ല, എല്ലാവരും യോജിച്ച് നിൽക്കണമെന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിച്ചൊരു മനുഷ്യനാണ്. ഞങ്ങളിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് വയനാട്ടിൽ, കേരളത്തിൽ. അവർ മരിച്ചു വീഴുമ്പോൾ അവർക്ക് രാഷ്ട്രീയമില്ല, കാട്ടുമൃഗങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ യോജിച്ച് നിൽക്കണം. വനത്തിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് പരിഷ്കരിക്കാൻ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അദ്ദേഹം എന്നെ രാഷ്ട്രീയക്കാരോട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ഖേദിക്കാൻ മാർഗമില്ല. ഞാൻ പറഞ്ഞെന്താണ്, ഇതിന് ശാസ്ത്രീയമായ പഠനമല്ല, അനുഭവങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. വയനാട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, പ്രായോഗികമല്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി OR കേളു അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ഇതിൻ്റെ ഫെൻസിങ്ങിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പണി നടത്തിയിട്ടുണ്ട്. ആന അത് തട്ടിമറിച്ചിടുന്നുണ്ട്. മരങ്ങളുള്ള സ്ഥലങ്ങളിൽ ആ ഫെൻസിങ്ങിന് മുകളിലേക്ക് ആന തട്ടിമറിച്ചിടുന്നുണ്ട്. ആന ബുദ്ധിയുള്ള ജീവിയാണ്, മനുഷ്യക്കാൽ ബുദ്ധിയുണ്ട്. ഒരിടത്ത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഇറങ്ങും. അതിനെന്ത് ചെയ്യണം? അവരെ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവരെ അവിടെ നിർത്താനുള്ള സംവിധാനം ഉണ്ടാകണം. അല്ലാതെ പുറത്തിറങ്ങുന്ന ആനകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ആവശ്യം വാച്ചർമാർ വേണം, RRTകളൊക്കെ തന്നെ വേണം. അതാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനമായി ചെയ്യേണ്ട, മനുഷ്യൻ്റെ കാർഷികത നഷ്ടപ്പെടുമ്പോൾ, ആൾ കൊല്ലപ്പെടുമ്പോൾ അതിന് യഥാർത്ഥ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അത് ഏത് ഭരണകർത്താക്കളെന്നുള്ളതല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഞാൻ സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരനും ലീഗുകാരനും വേണ്ടിയും എല്ലാ സമൂഹത്തിനോടും ഞാൻ സംസാരിക്കുന്നു. നിങ്ങൾ ആ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതി ആദ്യം മനസ്സിലാക്കണം, ആ കാര്യം സംസാരിക്കണം. മറ്റൊന്നെന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, കടുവകൾ എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്? കടുകൾ പരിക്കേൽക്കുക അല്ലെങ്കിൽ അവശനിലയാകുമ്പോഴാണ്. അതിനെ മുൻകൂട്ടി കണ്ടുപിടിച്ചുള്ള സംവിധാനമാക്കിയിട്ട് അവരെ കൊണ്ട് പ്രത്യേകം പാർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? കടുവകളെ കൂട്ടിലിടുകയല്ലേ ചെയ്യേണ്ടത്. ഏതാണ്ട് 6ഓളം കടുവകൾ വയനാട്ടിലുണ്ട്. അവരെ ഒരു 100 ചതുരശ്ര മീറ്ററുള്ള ടെറിട്ടറി ഉണ്ടാക്കി അവരകത്ത് സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ കാട്ടുപന്നിയെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവുണ്ട്. കാട്ടുപന്നിയെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. 4000-ഓളം പന്നികളെ കേരളത്തിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ശരാശരി കണക്കൂട്ടിയാണ്ട് 15-20 കോടി രൂപയുടെ മാംസം ഈ രാജ്യത്ത് ലേലത്തിന് വിൽക്കാമായിരുന്നു. ആ പണമെടുത്തിട്ട് പ്രതിരോധ സംവിധാനം ഉപയോഗിക്കാമായിരുന്നു. അതിനെന്ത് ചെയ്യണം? കേന്ദ്രത്തിൻ്റെ വന നിയമത്തിനകത്ത് ഭേദഗതി വരുത്തിക്കാൻ വേണ്ടി തയ്യാറാണ്. അവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരെല്ലാവരും യോജിച്ചിരിക്കണം. അതാണ് ഞങ്ങൾ കർഷകർ ആവശ്യപ്പെടുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിഷയമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് RRT ഉണ്ട് എന്ന് പറഞ്ഞ് എന്ത് RRT ഉണ്ടെങ്കിലും ഉള്ള ഒരു കൃഷിക്കാരൻ്റെ സ്ഥലത്ത് ആന ഇറങ്ങുന്ന സമയത്ത് 5-6 കിലോമീറ്റർ ദൂരെ വന്നിട്ട് RRTക്കാരൻ ആന ഓടിക്കാൻ വേണ്ടി കഴിയുമോ? ആന 10 മിനിറ്റ് കൃഷി നശിപ്പിക്കും. പന്നിയെ ഓടിക്കാൻ വേണ്ടി കഴിയുമോ? ഇന്ന് എല്ലാ മൃഗങ്ങളും ശല്യം തീർന്നിരിക്കുകയാണ്. വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊരു വിഷയം എന്താണ്? ഇവിടെ ഒരു വിസരണം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പരസ്പര സമരങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നത് അതൊക്കെ തന്നെ വൈകാരിക തന്നെയാണ്. അതാരും കുറ്റപ്പെടുത്തലില്ല ആവശ്യം. ഞങ്ങൾക്ക് നിർബന്ധമായി ഇതിൽ പറയാനുള്ളത്, ഇതിന് പരിഹാരം വന്നിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും യോജിച്ചു നിന്നുകൊണ്ട് നടപടി സ്വീകരിക്കപ്പെടണം. വനത്തിൽ നിയമത്തിൽ കുറവ് ഭേദഗതി വരുത്തേണ്ടത് യാതൊരു തർക്കമില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പന്നിയെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടുന്ന ആദ്യം ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങൾ സമരത്തിൻ്റെ ഭാഗമാണ്. അന്നെന്താണ്? വികലമായ തീരുമാനമായിരുന്നു. അത് ചുരത്തുന്ന പന്നിയാണോ ഗർഭിണിയാണോ പരിശോധിക്കപ്പെട്ടായിരുന്നു. ആ പരിശോധന മാറ്റം വരുത്തിയാലും കൊള്ളാം, പന്നിയെ കുഴിച്ചിടാനേ പാടുള്ളൂ എന്നുള്ള നിയമം മാറ്റം വരുത്തണ്ടേ, പരിശോധിക്കപ്പെടണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൃഷിക്കാരൻ്റെ കൃഷി നശിപ്പിക്കപ്പെടുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. 1-2 വർഷം കഴിഞ്ഞാലും കൊള്ള യഥാർത്ഥ നഷ്ടം യഥാസമയം കിട്ടുന്നതിനുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. വയനാട്ടിലെ കൃഷിയുടെ നഷ്ടപരിഹാരം യഥാസമയം യഥാർത്ഥ നഷ്ടം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ജനങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് മുമ്പോട്ട് പോകും. നിങ്ങളെയൊക്കെ തീറ്റിപ്പോരുന്ന ജനങ്ങളല്ലേ, നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ അധ്വാനിച്ചിട്ടാണ്, ഞങ്ങളുടെ വിയർപ്പാണ് നിങ്ങളുടെ ഭക്ഷണമായി നിങ്ങൾ കഴിക്കുന്നത്. അതിൽ നിങ്ങൾ രാഷ്ട്രീയം കാണരുത്. ആയതുകൊണ്ട് അതിനുള്ള നടപടി സ്വീകരിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൽ ആവശ്യമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പോയി കൂടുതൽ ഫണ്ട് അനുവദിക്കപ്പെടണം. അതാണുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് വില കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ? സർവീസിൽ ഒരു മിനിറ്റ് സർവീസിലേക്ക് എന്തൊരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ആനയും കടുവയും കൊല്ലുന്ന ഒരു മനുഷ്യൻ, ഒരു കുടുംബത്തിൻ്റെ ഒരാളുടെ ആശ്രിതർ എന്തുകൊണ്ട് സർക്കാർ ജോലി കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല? ഫോറസ്റ്റിൽ വാച്ചർമാരെ ജോലി കൊടുത്താൽ മതിയല്ലോ, മറ്റു ജോലി കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ലേ? അത്തരത്തിൽ ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. പരസ്പരം ഈ കുറ്റപ്പെടുത്തലോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിപ്പില്ല എന്നാണ് ഞങ്ങൾ. മറ്റൊരു വിഷയം പറയാം. ഞങ്ങൾ 35 വർഷത്തെ സമരത്തിൻ്റെ ഭാഗമാണ് വയനാട്ടിൽ ഇനി തേക്ക് വെക്കേണ്ടതിൽ തീരുമാനിച്ചത് തന്നെ. ഒന്ന് പരിശോധിക്കപ്പെടണം. ഈ 81 മുതൽ വയനാട്ടിലെ കർഷകർ സമരം ചെയ്താണ് സ്വാഭാവികമായി നിലനിർത്തണം ആവശ്യപ്പെട്ട് തേക്കിനി വെക്കാൻ പാടില്ല എന്നുള്ള സമരം 35 വർഷത്തിന് ശേഷമാണ് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ഈ വർഷമാണ് നടപ്പാക്കിയത്. ഇനി വയനാട്ടിൽ തേക്ക് വെക്കേണ്ടതില്ല എന്ന്. തേക്ക് മുറിക്കുന്ന സ്ഥലങ്ങൾ സ്വാഭാവികമായി വെച്ചുപിടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, സെന്ന മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് കർഷകരുടെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സെന്ന മുറിക്കിപ്പോൾ എന്താ ചെയ്യുന്നത്? സെന്ന തലയ്ക്ക് മുറിച്ചെടുത്ത് തൊലി എത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. 1 10 വീണ്ടും കിളുത്ത് മേലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരൻ പറയുന്നതാണ്, അത് ചുവടെ പറിച്ചു മാറ്റി 3 വർഷം വരെ അതിൻ്റെ വേരിൽ നിന്ന് കിളുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഒരു സെന്നയിൽ 6000 വിത്ത് വരെ വീഴും.
ആ 6000 വിത്ത് വീഴുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പൂക്കുന്ന സമയത്തിന് അതിന് പൂർണ്ണമായിട്ട് അതിനെ കൊത്തി കമ്പ് വീഴ്ത്തണം. കൃഷിക്കാരൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ടോ? രാഷ്ട്രീയക്കാരില്ലേ? നിങ്ങൾ പറയണ്ടേ? അങ്ങനെ ആ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് എത്രയോ തവണ അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. പല ചർച്ചകളിൽ അവർക്ക് സാധ്യമായ എല്ലാ വേദികളിലും, അനുവദിച്ചു കിട്ടുന്ന എല്ലാ വേദികളിലും വന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ അതൊരു ഇച്ഛാശക്തി വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.